നമസ്കാരം. ക്ഷേത്ര ആചാരങ്ങളാൽ പുകൾപ്പെട്ട നാടാണ് നമ്മുടെ ഭാരതം. പല ക്ഷേത്രങ്ങളിലും പലതരങ്ങളിൽപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. പലതും നമ്മളിൽ പലർക്കും പരിചയമില്ലാത്തവയും ചിലത് ആ നാടിൻ്റെ തന്നെ സംസ്കാരമായി മാറിയവയും. ഇങ്ങനെ പരിചിതമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന നാം ഇതൊക്കെ എന്താണ് ഇവർ കാണിക്കുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നൂറ്റാണ്ടുകളായി നമ്മുടെ ഇടയിലുള്ളതാണ്. കുറേ നാളുകളായി കുറേ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു പോയവ. ഭാരതത്തിൻ്റെ ചരിത്രത്തിന് ഋഷ്യവര്യന്മാരുടെയും യോഗി ആചാര്യന്മാരുടെയും പുണ്യ പുരാതന ക്ഷേത്രങ്ങളുടെയും ഒക്കെ ചരിത്രവുമായി ഏറെ ബന്ധവുമുണ്ട്. നൂറ്റാണ്ടുകളായി ഇവിടെ ഈ നിറം പിടിപ്പിച്ച ആചാരങ്ങളൊക്കെ അങ്ങനെ നിലനിന്നു പോരുന്നു. ഇങ്ങനെയുള്ള ഒരു ആചാരത്തിൻ്റെ പേരിൽ പ്രശസ്തി ആർജിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. അവിടുത്തെ ചമയവിളക്കാണ് പ്രശസ്തമായ ആചാരം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് വനത്തിൻ്റെ ഭാഗമായിരുന്നു. ചുറ്റും മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞ ശാന്തമായ ഒരു പ്രദേശം. ഇന്ന് ഈ ക്ഷേത്രം കാണപ്പെടുന്നതിൻ്റെ വടക്കേ പടിഞ്ഞാറേ മൂലയിൽ ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ചെറിയ ആഴത്തിലുള്ള ഒരു കുളമുണ്ടായിരുന്നു. വിഷപ്പാമ്പുകളുടെ അഭയകേന്ദ്രമാണിതെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. കിഴക്ക് ഭാഗത്ത് മാറി വിശാലമായ ആഴത്തിലുള്ള മറ്റൊരു വലിയ കുളം കൂടി ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ അരുവി ഉത്ഭവിച്ച് ചുറ്റുമുള്ള പ്രദേശത്തെ ബലഭൂയിഷ്ടവും കൃഷിയോഗ്യവും ഒക്കെയാക്കി. ഈ സ്ഥലം പുല്ലും ശുദ്ധജലവും നിറഞ്ഞതിനാൽ അയൽപ്രദേശത്തെ പശുക്കളെ മേയിക്കുന്നവർ, അതായത് കുഞ്ഞ് ബാലന്മാർ, തങ്ങളുടെ കന്നുകാലികളുമൊക്കെയായിട്ട് അവിടെ ഒത്തുകൂടും. അങ്ങനെ അവരൊത്തുകൂടി ആ പുൽമേട്ടിലൊക്കെ കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു കുട്ടിക്ക്, അതായത് കുറേ കുട്ടികളിങ്ങനെ വന്നിരിക്കും, ഒരു കുട്ടിക്ക് കാലിയെ മേയ്ക്കാനായിട്ട് അവിടെ എത്തിയ സമയത്ത് ഒരു തേങ്ങ ലഭിച്ചു. അവിടെ കുറേ തെങ്ങിൻ തോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു തേങ്ങ ലഭിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു തേങ്ങ ലഭിച്ചാൽ അതിപ്പോൾ ആരായിരുന്നാലും, നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരായിരുന്നാലും പെട്ടെന്ന് ഒന്നെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും കല്ലിൽ കൊണ്ട് ഇത് ഉടച്ച് കഴിക്കാൻ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ഇത് കുത്തി പൊട്ടിച്ച് കഴിക്കാൻ നോക്കും. അങ്ങനെ ഈ കുട്ടികളും ഭൂതക്കുളത്തിൻ്റെ തെക്ക് ഭാഗത്ത്, ആ നമ്മളീ പറഞ്ഞ കുളത്തിൻ്റെ തെക്ക് ഭാഗത്ത് കണ്ട ഒരു കല്ല്, ഒരു വലിയ കല്ലിൽ ഈ തേങ്ങ കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കല്ലിൽ നിന്ന് കുറച്ച് ചോര, രക്തത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന കാഴ്ച അവർ കണ്ടു. ഇതാണ് ശരിക്കും ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം. അവർ ഈ രക്തത്തുള്ളികൾ കണ്ടപ്പോൾ ഇത് അവിടെയുള്ള മുതിർന്നവരോട് ഈ പ്രതിഭാസങ്ങളെപ്പറ്റി വിശദീകരിക്കുകയും അവർ ഇവിടെ വന്ന് ഈ കല്ല് ഒരു പ്രതിഷ്ഠയായിട്ട് ഇവിടെ വയ്ക്കുകയും, അതായത് സ്വയംഭൂവായിട്ട് ആ ക്ഷേത്രം ഉണ്ടായി എന്നാണ് വിശ്വാസം. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ക്ഷേത്രത്തിൻ്റെ ആചാരം കാലക്രമേണ അവിടെ കാട് പിടിച്ച് വലിയൊരു വനപ്രദേശമായി മാറിയെന്നും അവിടെ ആചാരം, അതായത് പൂജകളൊന്നും നടക്കാതെ അവിടെ കാട് പിടിച്ച് കിടന്ന ആ ഒരു അവസ്ഥയിൽ ദേവി കോപിച്ചു എന്നും, വനദേവതയാണ് അവിടുത്തെ പ്രതിഷ്ഠ, ആ ദേവത കോപിച്ചു എന്നും, തുടർന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം അത് ആദിവാസികൾ, പക്ഷേ ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ ഒരു മിത്താണ് ഈ പറയുന്നത്. അപ്പോൾ അതിനും വളരെ നാളുകൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസി സമൂഹം ഒരുപക്ഷെ അവിടെ ആരാധന നടത്തിയിരുന്ന ഒരു പ്രദേശം തന്നെയാവാം ഇത്. അങ്ങനെ തുടർന്ന് ഇവർ നടത്തിയ ദേവപ്രശ്നത്തിൽ കല്ലിലൊരു അമാനുഷിക ശക്തി ഉണ്ടെന്നും ക്ഷേത്രം പണിത്, അതായത് ഉടൻ തന്നെ അവിടെ ക്ഷേത്രം പണിത് പൂജകൾ ആരംഭിക്കണമെന്നും അന്നത്തെ ജ്യോതിഷി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഇവിടെ ഒരു ക്ഷേത്രം ചെറിയ രീതിയിൽ ആദ്യകാലത്ത് ഇവരൊരു ക്ഷേത്രം ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രം അവിടുത്തെ മൂപ്പന്മാരും, അതായത് കുറച്ച് ആളുകളും, പിന്നെ ഇവിടുത്തെ കുഞ്ഞ് ബാലന്മാരും, പിന്നെ അവിടെ ഉള്ള ആളുകളൊക്കെ ചേർന്ന് തെങ്ങിൻ്റെ തണ്ടുകളും ഇലകളും തെങ്ങിൻ്റെ ഇളനീർ ഇലകളൊക്കെ ഉപയോഗിച്ച് താൽക്കാലികമായിട്ട് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അങ്ങനെ കുറച്ച് ആചാരങ്ങളും ഇവിടെ തുടങ്ങി. അന്നത്തെ കാലത്ത് ഒരു പ്രധാന ആചാരം പുരാതന കുടുംബക്ഷേത്രങ്ങളിലെ ബാലികമാർ പൂമാലകൾ തയ്യാറാക്കുക. അതായത് അവിടുത്തെ കുറേ പഴയ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങളിലെ ബാലികമാരൊക്കെ പൂമാലകൾ തയ്യാറാക്കുകയും അതിനുശേഷം ഈ പൂജാദീപങ്ങൾ കത്തിക്കുന്നത് ആ ബാലികമാർ തന്നെ കത്തിക്കുകയും ഒക്കെയായിരുന്നു. ഈ ആചാരം സ്വീകരിച്ച് ബാലന്മാർ സ്ത്രീവേഷം ധരിച്ച് ക്ഷേത്രത്തിൽ പൂജകൾ അർപ്പിച്ചു. അതായത് ആ ബാലികമാർ അർപ്പിക്കുന്ന വിളക്കുകൾ അവർ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഈ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ കൊണ്ടുവന്ന് ബാലന്മാർ സ്ത്രീ വേഷധാരികളായിട്ട് അവിടെ പൂജകൾ അർപ്പിച്ചു. അങ്ങനെയാണ് ഇവിടെ ഒരു ആചാരാനുഷ്ഠാനം ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരു തേങ്ങാപ്പാൽ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഔഷധയാണ്, അതായത് നമ്മുടെ ഇന്നത്തെ ഉരുക്ക് വെളിച്ചെണ്ണ, നമ്മൾ കുട്ടികളെയൊക്കെ തേൽക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയുണ്ട്, ഉരുക്ക് വെളിച്ചെണ്ണ, അത് അന്നത്തെ നൈവേദ്യമായി ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇതിൻ്റെ ഒക്കെ ഓർമ്മയ്ക്കായി കൊറ്റൻകുളങ്ങര ഉത്സവം, അല്ലെങ്കിൽ കൊട്ടൻകുളങ്ങര ചമയവിളക്ക് എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. അതിൽ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ എത്തി അവർ സ്ത്രീവേഷങ്ങളൊക്കെ ധരിച്ച് ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുന്നു. എല്ലാ വർഷവും മീനം 10-11 ദിവസങ്ങളിൽ രാത്രിയിൽ ആരംഭിക്കുന്ന ഈ ചടങ്ങ് പുലർച്ചെ 3 മണി വരെയൊക്കെ നീളും. ഇത് വളരെ രസകരമായ ഒരു ചടങ്ങാണ്. നമുക്ക് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ചടങ്ങ്.
ഒരുപാട് ആളുകൾ, ഒരുപാട് പുരുഷ പ്രജകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവരുടെ വളരെ നേരം മണിക്കൂറുകളോളം നീളുന്ന ഒരു മേക്കപ്പ് ഇതിനകത്ത് ഈ ക്ഷേത്രത്തിന് അതിനു വേണ്ടി ഒരു പ്രത്യേക ചമയപ്പുരകളുണ്ട്. അവിടെ ഇവരെല്ലാം ഈ പുരുഷന്മാരെല്ലാം സ്ത്രീകളായി മാറും. അതൊരു വലിയ ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങിന് ശേഷം ഈ പുരുഷ പ്രജകളെല്ലാവരും തന്നെ കയ്യിൽ താലവുമേന്തി വിളക്കുമേന്തി ഈ ക്ഷേത്രത്തിൽ വലം വയ്ക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയം വളരെയധികം, അതായത് ഏകദേശം ഒരു 7 മണി 8 മണി സമയത്തോടെ ആരംഭിക്കുന്ന ഈ ചമയം അതൊരു വെളുപ്പിനെ 3 മണിക്കാണ് ഇതൊരു എൻഡിങ് എന്ന് പറയുന്നത്. അത്രയും സമയം ഈ ആചാരം അവിടെ നടക്കുന്നുണ്ട്. ഈ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കുരിശ് വസ്ത്രധാരണം, അങ്ങനെയാണ് അതിന് പറയുന്നത്. പിന്നെ രാത്രിയിൽ അവരുടെ പരമ്പരാഗത വിളക്കുകളൊക്കെ പിടിച്ച്, പണ്ട് മുതൽ ക്ഷേത്രങ്ങളിലുള്ള വിളക്കുകളൊക്കെ പിടിച്ച് പരമ്പരാഗത വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ഇവർ ഘോഷയാത്ര നടത്തുന്നത് വലിയ ആഘോഷമാണ്. ദേവിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രം ഇങ്ങനെ സന്ദർശിക്കുന്നത്. ഇതൊരു വഴിപാടായി നടത്തുന്ന പുരുഷന്മാരുമുണ്ട് ഈ ക്ഷേത്രത്തിൽ. ഒരുപാട് വിശ്വാസികൾ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ എത്തി ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കുരുത്തോൽ പന്തലും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട, ക്ഷേത്രം ആദ്യം പണിയുന്നത് കുരുത്തോലയിലാണ്, അതുമായി ബന്ധപ്പെട്ട് ഒരു കുരുത്തോല പന്തലും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും വലിയൊരു അനുഷ്ഠാനമായിട്ട് എല്ലാ വർഷങ്ങളിലും ഈ മീനം 10 മുതൽ 11 ആ ദിവസങ്ങളിലായിരുന്നു ഇത് ഇവിടെ നടക്കുന്നുണ്ട്. ഒരു മഹാമാരിയുടെ അതിജീവന കാലമൊക്കെ കഴിഞ്ഞ് നാടും നഗരവുമൊക്കെ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന നാളുകളാണിപ്പോൾ. ശരിക്കും ഉത്സവങ്ങളുടേത് കൂടിയാണ് ഈ സമയങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ലോക്ക്ഡൗൺ കാലം അല്ലെങ്കിൽ കോവിഡ് കാലം നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെയാണ്. ആ ആവേശത്തിമിർപ്പോടെയാണ്, അതായത് ആ ഒരു നഷ്ടങ്ങളുടെയൊക്കെ ആവേശത്തിമിർപ്പോടെയാണ് കഴിഞ്ഞ ദിവസം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് നടന്നത്. പഴയ പ്രതാപത്തോടെ നമുക്ക് ഇനിയുള്ള നാളുകൾ ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ ആസ്വദിക്കാം.